പ്രീമിയർ ലീഗിന്റെ 18ാം സീസണ് ഈ മാസം 22-ന് തുടക്കമാകാനിരിക്കുകയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമാണ് ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ പ്രിയ ടീമുകളിലൊന്നായ രാജസ്ഥാൻ റോയൽസ് 23-ന് ആദ്യ കളിക്കിറങ്ങും. സൺറൈസേഴ്സ് ഹൈദരാബാദാണ് എതിരാളികൾ. IPL-ൽ കഴിഞ്ഞ 3 സീസണുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച രാജസ്ഥാൻ റോയൽസ് ഇത്തവണ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യം വെക്കുന്നില്ല. കഴിഞ്ഞ സീസണിൽ ക്വാളിഫയർ വരെ എത്തിയ രാജസ്ഥാൻ റോയൽസ് അടിമുടി മാറ്റങ്ങളുമായിട്ടാണ് 2025 സീസൺ ഇറങ്ങുന്നത്. മെഗാലയലം നടന്ന പശ്ചാത്തലത്തിൽ ടീമിൽ വൻ അഴിച്ചുപണിയാണ് സംഭവിച്ചത്. മുൻ സീസണുകളിൽ ടീമിന്റെ കുന്തമുനിയായിരുന്ന പല കളിക്കാരും ഇത്തവണ റോയൽസിനൊപ്പമില്ല. സീസൺ ആരംഭിക്കാൻ 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ ജോസ് ബട്ട്ലറെ ടീമിൽ നിന്ന് റിലീസ് ചെയ്യാനുള്ള തീരുമാനത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് റോയൽസ് നായകൻ സഞ്ജു സാംസൺ. IPL-ൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു നിയമത്തെക്കുറിച്ചും ഇതിനോടൊപ്പം അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. മെഗാലയലത്തിന് മുമ്പ് ജോസ് ബട്ട്ലറെ ടീമിൽ നിന്ന് റിലീസ് ചെയ്യേണ്ടി വന്നത് ഏറെ കഠിനമായ തീരുമാനമായിരുന്നുവെന്നാണ് സഞ്ജു പറയുന്നത്. 7ഓളം വർഷങ്ങൾ ഒരുമിച്ച് കളിച്ചതിനാൽ ബട്ട്ലറുമായി മികച്ച ബന്ധം തനിക്കുണ്ടെന്ന് പറയുന്ന സഞ്ജു അദ്ദേഹം തനിക്കൊരു സഹോദരനെ പോലെയാണെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. IPL-ൽ ഓരോ 3 വർഷം കൂടുന്തോറും കളിക്കാരെ റിലീസ് ചെയ്യണമെന്ന നിയമം മാറ്റാൻ താൻ ആഗ്രഹിക്കുന്നതായും സഞ്ജു സാംസൺ വ്യക്തമാക്കിയിട്ടുണ്ട്. 2021-ൽ താൻ ടീമിന്റെ ക്യാപ്റ്റനായപ്പോൾ ബട്ട്ലർ ആയിരുന്നു ഉപനായകനെന്നും ഒരു നല്ല ക്യാപ്റ്റനാകാൻ അദ്ദേഹം സഹായിച്ചുവെന്നും സഞ്ജു പറയുന്നു. അദ്ദേഹത്തെ വിട്ടയക്കുക എന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ തീരുമാനങ്ങൾ ഒന്നായിരുന്നുവെന്നും ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയ്ക്കിടെ രാത്രി ഭക്ഷണത്തിന് ശേഷം ഇപ്പോഴും ബട്ട്ലറെ റിലീസ് ചെയ്തതിൽ മുക്തനായിട്ടില്ല എന്ന കാര്യം അദ്ദേഹത്തോട് പറഞ്ഞുവെന്നും IPL-ലെ ഒരു കാര്യം മാറ്റാൻ തനിക്ക് സാധിക്കുകയാണെങ്കിൽ ഓരോ 3 വർഷം കൂടുന്തോറും കളിക്കാരെ റിലീസ് ചെയ്യുക എന്ന നിയമം മാറ്റുമെന്നും അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടെങ്കിലും വ്യക്തിപരമായ തലത്തിൽ നോക്കുകയാണെങ്കിൽ വർഷങ്ങളായി കെട്ടിപ്പടുത്ത ബന്ധങ്ങൾ നഷ്ടമാകും എന്നുമാണ് സഞ്ജു പറഞ്ഞു നിർത്തുന്നത്. 2018-ൽ രാജസ്ഥാൻ റോയൽസിൽ എത്തിയ ജോസ് ബട്ട്ലർ 7 വർഷങ്ങളാണ് റോയൽസിനായി കളിച്ചത്. ഈ കാലയളവിൽ ടീമിന്റെ ഉയർന്ന റൺവേട്ടക്കാരനും അദ്ദേഹമായിരുന്നു. റോയൽസിനായി 83 മത്സരങ്ങൾ കളിച്ച ബട്ട്ലർ 41.84 ബാറ്റിംഗ് ശരാശരിയിൽ 3055 റൺസാണ് നേടിയത്. 2025 സീസണിന് മുമ്പുള്ള മെഗാ താരലേലത്തിന് മുമ്പ് ജോസ് ബട്ട്ലറെ ഒഴിവാക്കാൻ രാജസ്ഥാൻ തീരുമാനിച്ചത് ക്രിക്കറ്റ് ലോകത്തിന്റെ മുഴുവൻ നെറ്റി ചുളിപ്പിച്ചിരുന്നു. ലേലത്തിൽ രാജസ്ഥാൻ നടത്തിയ പ്രധാന അബദ്ധ നീക്കമായിട്ടാണ് ജോസ് ബട്ട്ലറെ ടീമിൽ നിന്ന് റിലീസ് ചെയ്യാനുള്ള നീക്കത്തെ ആരാധകർ വിലയിരുത്തിയിട്ടുള്ളത്. 2018 മുതൽ 2024 വരെയുള്ള കണക്കെടുത്താൽ IPL-ലെ തന്നെ ഏറ്റവും മികച്ച ഓപ്പണർമാരിൽ ഒരാളായിരുന്നിട്ടും ബട്ട്ലറെ ടീമിൽ നിലനിർത്താതിരുന്നത് രാജസ്ഥാന്റെ മണ്ടത്തരം തന്നെയാണ് എന്നാണ് വിലയിരുത്തൽ. ബട്ട്ലർ ടീമിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പായിട്ടും ഒരു വിദേശ ഓപ്പണറെ ലേലത്തിൽ നിന്ന് സ്വന്തമാക്കാൻ ശ്രമിക്കാതിരുന്നതിന് വരും സീസണിൽ റോയൽസ് വലിയ വില കൊടുക്കേണ്ടി വരും എന്നും ക്രിക്കറ്റ് പ്രേമികൾ അഭിപ്രായപ്പെടുന്നുണ്ട്.